പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. അങ്ങയുടെ വിലയേറിയ വചനം ധ്യാനിക്കാനായിട്ട് തന്ന ഭാഗ്യത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഇന്ന് ധ്യാനിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാക്കി മാറ്റി തീർക്കണമേ. കാരണം അത് അങ്ങയുടെ വചനമാണ് കർത്താവെ. ആ വചനം എപ്പോ അത് അങ്ങ് അരുളി ചെയ്തോ അത് ഇന്നും നിലനിൽക്കുന്ന വചനം കർത്താവെ. അത് വള്ളിയോ പുള്ളിയോ മാറിപ്പോകാത്ത വചനം കർത്താവെ. ആ വചനം ഞങ്ങളെ ഇന്ന് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി തരുന്നു കർത്താവെ. ഹൃദയങ്ങളെ ഞങ്ങളുടെ സന്നിധിയിൽ വെക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിന്ന് ധ്യാനിക്കാനായിട്ട് യോശുവയുടെ പുസ്തകം 9ഉം 10ഉം അധ്യായങ്ങളാണ് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നത്. ഞാൻ ഓർക്കുമായിരുന്നു ദൈവത്തിന്റെ വചനം എത്ര വിലയേറിയത്. ആക്ച്വലി ഞാനിത് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അത് എന്നെ ധൈര്യപ്പെടുത്തി. ഞാൻ ഓർക്കുമായിരുന്നു ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വം. നമ്മൾ എത്ര പ്രാവശ്യം അത് വായിക്കുന്നോ ഓരോ സമയത്തും അത് കൂടുതൽ കൂടുതൽ നമുക്കത് അനുഗ്രഹമായി തീരും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് നമ്മളത് വായിക്കുമ്പോൾ നമുക്കത് ധ്യാനിക്കാം. ഇതിവിടെ നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗത്ത് ഇസ്രായേൽ മക്കള് കനാൻ ദേശത്തിലോട്ട് കയറുക. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തത് ദേശമാണ്. കർത്താവ് അവർക്കൊരു ഒരു ഒരു കൽപ്പന കൊടുത്തായിരുന്നു. അതായത് അവര് ആ കനാൻ ദേശത്ത് ചെല്ലുമ്പോഴ് അവിടുത്തെ ആൾക്കാരുമായിട്ട് ഉടമ്പടി ചെയ്യരുത്. യോശുവയുടെ ചാപ്റ്റർ 9 അധ്യായം വെച്ചോണ്ടിരിക്കെ തന്നെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നമുക്കൊരു വാക്യം ആദ്യം മുഖവരിയായിട്ട് വായിക്കാം. പുറപ്പാട് പുസ്തകം അതിന്റെ 23 അധ്യായം. ഇവിടെ ദൈവം കൊടുക്കുന്ന കൽപ്പന പുറപ്പാട് പുസ്തകം 23ന്റെ 31 തൊട്ട് താഴോട്ട് വായിക്കാം. ഞാൻ നിന്റെ ദേശം ചെങ്കടൽ തുടങ്ങി ഫിലിസ്തീയരുടെ കടൽ വരെയും മരുഭൂമി തുടങ്ങി നദി വരെയും ആക്കും. ദേശത്തിലെ നിവാസികളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. നീ അവരെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയണം. അവരോടെങ്കിലും അവരുടെ ദേവന്മാരോടെങ്കിലും നീ ഉടമ്പടി ചെയ്യരുത്. വളരെ ഇമ്പോർട്ടന്റ്. അവരെ ഓടിച്ചു കളയാനാ പറഞ്ഞിരിക്കുന്നത്. അവരെ ഉന്മൂലനാശം ചെയ്യാനല്ല ആക്ച്വലി കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവരെ ഓടിച്ചു കളഞ്ഞിട്ട് അവരോട് ഉടമ്പടി ചെയ്യരുത്. 33 നീ എന്നോട് പാപം ചെയ്യുവാൻ അവർ ഹേതുവായി തീരാതിരിക്കേണ്ടതിന് അവർ നിന്റെ ദേശത്ത് വസിക്കരുത്. നീ അവരുടെ ദേവന്മാരെ സേവിച്ചാൽ അത് നിനക്ക് കെണിയായി തീരും. ഇതാണ് ദൈവത്തിന്റെ കൽപ്പന. നമുക്ക് 9 അധ്യായം യോശുവ 9 അധ്യായത്തിലോട്ട് വരാം. 9 അധ്യായം 1 വാക്യം വായിക്കാൻ ഞാൻ. എന്നാൽ ഹിത്യർ, അമോര്യർ, കനാനിയർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിങ്ങനെ യോർദാൻ ഇക്കരെ മലകളിലും താഴ്വരകളിലും ലെബാനോനെതിരെ വലിയ കടലിന്റെ തീരങ്ങളിലെ രാജാക്കന്മാരൊക്കെയും വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു. അപ്പൊ അവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ പേടിയായി. ഇവര് യെരിഹോവിനോട് ചെയ്തതും ഒക്കെ അവർക്ക് കേട്ടപ്പോൾ അവർക്ക് ആയിയോട് ചെയ്തതും അതിനു മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ കേട്ട് അവർ പേടിച്ചു. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? മൂന്നാം വാക്യം വായിക്കാം 3ഉം 4ഉം. എന്നാൽ യോശുവ യെരിഹോവിനോടും ഹായിയോടും ചെയ്തത് ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഉപായം പ്രയോഗിച്ചു. ഞാൻ ഇന്നലെ ഇത് ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നത് ഇത്രയും വലിയ ദൈവദാസനായിട്ടുള്ള യോശുവയുടെ ജീവിതത്തിൽ ഒരു വലിയ കോസ്റ്റ്ലി മിസ്റ്റേക്കാ. ആ കോസ്റ്റ്ലി മിസ്റ്റേക്ക് എങ്ങനെ ദൈവം അതിലും അവരെ സഹായിച്ചു. ഞാനപ്പോ എന്റെ ജീവിതത്തിൽ വന്ന ഒരു ചിന്ത, കർത്താവെ, പലപ്പോഴും ദൈവമക്കളായിട്ടുള്ള നമ്മള് പല സമയത്ത് ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. ദൈനംദിന ജീവിതത്തിൽ തെറ്റിപ്പോകും, വലിയ തീരുമാനങ്ങൾ തെറ്റിപ്പോകും. പക്ഷെ അവിടെയും കർത്താവ് എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ സ്റ്റിൽ വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മുടെ ഒരു മകള് അല്ലെങ്കിൽ ഒരു മകന്, വീട്ടിലുള്ള മകളോ മകനോ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ കൈവിടത്തില്ലല്ലോ. ഒരു ചെറിയ കുഞ്ഞൊരു മിസ്റ്റേക്ക് കാണിച്ചോണ്ട് അവളൊരു പേപ്പർ കീറിന്ന് വിചാരിച്ചു, ചെറിയ കുഞ്ഞ്, നമ്മൾ ഉടനെ അവളെ തള്ളിക്കളയത്തില്ല. മനസ്സിലാക്കി കൊടുക്കുകയും വി ടേക്ക് ദം എലോങ്. അങ്ങനെ നമ്മൾ ഏർത്ത്ലി ഫാദേഴ്സും മദേഴ്സും അങ്ങനെ ചെയ്യുമെങ്കിൽ ഹെവൻലി ഫാദർ നമ്മൾ കർത്താവിന്റെ മക്കളാവുമ്പം നമ്മളെ കണ്ടംനേഷനിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മളെ പിന്നെയും വലിയ കാര്യങ്ങൾക്ക് ആയിട്ടും കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്താനായിട്ട് ഉപയോഗിക്കാനായിട്ട് കർത്താവ് നോക്കിയിരിക്കുക എന്നുള്ളൊരു കാര്യം മറക്കരുത്. അതാണ് ആക്ച്വലി ഇന്നത്തെ ഈ ലെസന്റെ മെയിൻ ആയിട്ട് കർത്താവ് എന്നെ പഠിപ്പിച്ച കാര്യം. സോ 3ആം വാക്യം വായിക്കുക. അപ്പൊ ഈ ഗിബിയോൻ ആൾക്കാർ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഗിബിയോനിൽ, അതായത് ഈ ഗിബിയോൻ എന്ന് പറഞ്ഞ ദേശത്തെ ആൾക്കാർക്ക് ഭയങ്കര പേടിയായി.
അവര് വിചാരിച്ചു തീർച്ചയായിട്ടും ഇസ്രായേൽ മക്കൾ, യോശുവയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ മക്കൾ വന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ പോവാ. അപ്പൊ അവരൊരു ഉപായം പ്രയോഗിച്ചെന്നാ എഴുതിയിരിക്കുന്നത്. ഉപായം എന്തുവാ അവര് ചെയ്തതെന്നറിയാമോ? അവര് ദൂരേന്ന് വന്നവരാണെന്ന് അവര് ഇവരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, "ഞങ്ങള് ദൂരേന്ന് വന്നവരാ. ഞങ്ങളുമായിട്ടൊരു ഉടമ്പടി ചെയ്യണമെന്ന്" പറഞ്ഞു. ഉടമ്പടി ചെയ്യാൻ പാടില്ലാന്ന് ദൈവം അവരോട് നമ്മൾ ആദ്യം വായിച്ച പുറപ്പാട് പുസ്തകം 23ന്റെ 32 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? നമുക്ക് പെട്ടെന്ന് വായിക്കാം. നമ്മൾ എത്ര കെയർഫുൾ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതിന്റെ ഒരു കാര്യമാ ഇവിടെ വായിക്കുന്നത്. ഉപായം പ്രയോഗിച്ചു. 4-ാം വാക്യം. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞു തുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി പഴക്കം ചെന്ന കണ്ടം വച്ച ചെരിപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തിലും ധരിച്ച് പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു. അവർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്ന് അവനോട് ഇസ്രായേൽ പുരുഷന്മാരോടും, ഞങ്ങൾ ദൂരദേശത്ത് നിന്ന് വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്കിനി താഴോട്ട് വായിക്കാം. അവരെന്തുകൊണ്ടാ ചെയ്തതെന്ന് 9-ാം വാക്യത്തിലുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, അടിയങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ നാമം നിമിത്തം ഏറ്റവും ദൂരത്ത് നിന്ന് വന്നിരിക്കുന്നു. അവന്റെ കീർത്തിയും അവൻ മിസ്രയീമിൽ ചെയ്തതൊക്കെയും അവര് കേട്ടു. അപ്പം ഞാനപ്പോ ഓർക്കുമായിരുന്നു, എങ്ങനെയാ മറ്റുള്ളവർ ദൈവത്തെ അറിയുന്നത്? നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളോട് ഇടപെടുന്നത് ഒരു ഓപ്പൺ ബുക്കായിട്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ കർത്താവിനെ അറിയാൻ ഇടയാവും. ഈ ഗിബെയോന്യർ ദൂരത്തു നിന്ന് കേട്ടു. ഇവര് എന്താ ഇവരുടെ ജീവിതത്തിൽ എന്താണ് ദൈവമായ യഹോവ ചെയ്തതെന്ന്. അത് കേട്ടു. പക്ഷെ അവർക്ക് പേടിയായിട്ട് അവർ ഉടമ്പടി ചെയ്യാനാ വന്നിരിക്കുന്നത്. ഇസ്രായേൽ മക്കളോട് അവരോട് ഉടമ്പടി ആരോട് ഉടമ്പടി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഉടമ്പടി ചെയ്താൽ അവരുടെ വിഗ്രഹങ്ങളും അവര് സേവിക്കുന്ന തെറ്റായിട്ടുള്ള കാര്യം, അവർ ചെയ്യുന്ന തെറ്റായിട്ടുള്ള പ്രാക്ടീസസും വിശുദ്ധനായ ദൈവത്തിന് ചേരാത്ത കാര്യങ്ങള് ഇവരുടെ ജീവിതത്തിലോട്ട് കയറ്റും. അതുകൊണ്ടാണ് അവരോട് അങ്ങനെ പറഞ്ഞത്. 14-ാം വാക്യം വായിക്കാം. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയ ഗ്രോസ് മിസ്റ്റേക്ക് അവർ ചെയ്തേ. വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്തത്. അത് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഞാനിത് പണ്ടൊക്കെ പല പ്രാവശ്യം വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഇവരിങ്ങനെ ചെയ്തല്ലോ, യോശുവ എന്താ ഇങ്ങനെ ചെയ്തത്? യോശുവയ്ക്ക് എന്താ ഇത്രയും വലിയൊരു തെറ്റ് പറ്റിയത്? ഇത്രയും ദൈവത്തെ കണ്ടിട്ട് മനസ്സിലായത് നമുക്കൊരു പാഠമാ. അതായത് നമ്മള് ദൈനംദിന ജീവിതത്തില് നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടില് നമ്മുടെ തീരുമാനങ്ങളില് നമുക്ക് ദൈവത്തോട് ചോദിക്കാതെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. ഇതാ ദൈവം എന്നെ പഠിപ്പിച്ചത്. നമുക്ക് ഫുള്ളായിട്ട് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 24-ാം വാക്യം വായിക്കുക. 24-ാം വാക്യം. 24-ാം വാക്യത്തില് അവർ യോശുവയോട്, നിന്റെ ദൈവമായ യഹോവ തന്റെ ദാസനായ മോശയോട്, നിങ്ങൾക്ക് ഈ ദേശമെല്ലാം തരുമെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ദേശനിവാസികളൊക്കെയും നശിപ്പിക്കുമെന്നും കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്ക് അറിവ് കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് യോശുവയ്ക്ക് മനസ്സിലായി യോശുവ ചെയ്തത് തെറ്റായി പോയെന്ന്. അപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. നിനക്ക് ഹിതവും യുക്തവുമായി തോന്നുന്നത് പോലെ ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ അവരോട് ചെയ്തു. ഇസ്രായേൽ മക്കൾ അവരെ കൊല്ലാതെ വണ്ണം അവരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അന്ന് യോശുവ അവരെ സഭയ്ക്കും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് അവന്റെ യാഗപീഠത്തിനും വേണ്ടി വിറക് കീറുവാനും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു. അങ്ങനെ ഇന്ന് വരെയും ഇരിക്കുന്നു. ഈ ഗിബെയോന്യര് വലിയ പരാക്രമശാലികളായിട്ടുള്ള ആൾക്കാരാ. ഗിബെയോന്യരെ പറ്റി ഞാൻ ആക്ച്വലി ഭാഗമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് എന്നെ കോരിത്തരിക്കുമായിരുന്നു. അതായത് ഗിബെയോനിലെ ആൾക്കാര് ദൈവമായ യഹോവയുടെ മഹത്വം കേട്ടിട്ട് അവർക്ക് പേടിയായിട്ട് അവര് വന്നൊരു കള്ളത്തരം പറഞ്ഞ് യോശുവയുടെ അടുത്ത് വന്നു. യോശുവ ചെയ്ത് തെറ്റായി പോയി. കാരണം യോശുവ യഹോവയോട് ചോദിക്കാതെ ഉടമ്പടി ചെയ്തതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു. പക്ഷെ ദൈവത്തിന്റെ ബ്യൂട്ടി കണ്ടോ? ദൈവം പക്ഷെ യോശുവ അങ്ങനെ ചെയ്തെങ്കിലും ഉടമ്പ ചെയ്ത ഉടമ്പടി, അതായത് മനുഷ്യൻ പറയുന്ന വാക്കിന് ദൈവസന്നിധിയിൽ എസ്പെഷ്യലി പറയുന്ന വാക്ക് ഒരിക്കലും മാറ്റാൻ പാടില്ല എന്നുള്ളതാ വേറൊരു സത്യം നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. ഗിബെയോൻ, കിര്യത്ത് യെയാരീം എന്നൊക്കെ പറഞ്ഞ സ്ഥലം. ഈ സ്ഥലങ്ങളൊക്കെ ദൈവം പിന്നെ ദൈവത്തിന്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു. ഈ സ്ഥലങ്ങളിൽ കിര്യത്ത് യെയാരീം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ദൈവത്തിന്റെ പെട്ടകം 20 വർഷം ഇരുന്നെന്നാ എഴുതിയിരുന്നത്. അപ്പൊ അതായത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവം എപ്പോഴും ആര് വരും? ഈ ഗിബെയോനിൽ വന്നപ്പോ ഫൈനലി ഗിബെയോനിയുടെ രക്ഷയ്ക്കായിട്ട് തീർത്തു. യോശുവ ചെയ്ത് തെറ്റായി പോയെങ്കിലും മാത്രമല്ല
ഈ ഗിബിയോനിയര് അവരെപ്പറ്റി നീ 10-ാം വാക്യത്തിൽ 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. ഗിബെയോൻ നഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളുമായിരുന്നതുകൊണ്ട്. അതായത് ഈ പരാക്രമശാലികളായിട്ടുള്ള ഗിബിയോനിയരാണ് ദൈവ മക്കളോട്, ഇസ്രായേൽ മക്കളോട് ചേർന്നിട്ട് അവരുടെ അവരുടെ യാഗപീഠത്തിന് വിറക് കീറുവാനും വെള്ളം കോരുവാനും അവർ സന്നദ്ധരായി സന്തോഷത്തോടെ അവർ തീർന്നു. അപ്പൊ അവർക്ക് ആ ദൈവത്തെ അവർക്ക് മനസ്സിലാക്കാൻ ഇടയായി. എങ്ങനെയാ മനസ്സിലാക്കിയത്? ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത് കണ്ടിട്ട്. ഇങ്ങനെ ആൾക്കാർ അപ്പം പരാക്രമശാലികളായ ഗിബിയോനിയര് അവരുടെ അതെല്ലാം വിട്ടിട്ട് ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് അവര് വന്നു എന്നുള്ളത്. അപ്പൊ ഇനി അടുത്ത് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്ത് സംഭവിക്കുന്നത് മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറയട്ടെ. ഈ ഗിബിയോനിയർക്കെതിരെ 5 രാജാക്കന്മാർ കൂട്ടം കൂടി ഗിബിയോനിയരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. 5-ാം വാക്യത്തിന്റെ 5-ാം വാക്യം വായിക്കാം. ഇങ്ങനെ യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നീ 5 അമോര്യ രാജാക്കന്മാർ ഒരുമിച്ച് കൂടി അവരും അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്ന് ഗിബിയോന് നേരെ പാളയം ഇറങ്ങി ഇതിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ ഗിബിയോനിയർ ഗിൽഗാൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ആളയച്ചു. അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. പർവ്വതങ്ങൾ പാർക്കുന്ന അമോര്യ രാജാക്കന്മാരെ ഒക്കെയും ഞങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് പറയിച്ചു. എന്നാറെ യോശുവയും പടജനം ഒക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ ഓർക്കുവായിരുന്നു, എത്ര വലിയ യോശുവ അവിടെ തെറ്റ് ചെയ്തെങ്കിലും യോശുവ പറഞ്ഞ വാക്ക് ഉവ്വ ഉവ്വ, പിന്നെ അതിന് പുറകെ പോയില്ല. ഇതും നമുക്ക് വലിയൊരു മാതൃകയാ പ്രിയപ്പെട്ടവരെ. നമ്മളൊരു മനുഷ്യനോടായാലും ആരോടായാലും ഒരു വാക്ക് പറഞ്ഞാൽ ഒരിക്കലും അതിന് എതിരെ പോകാൻ പാടില്ല. നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. നമ്മളത് മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിന് എസ്പെഷ്യലി ദൈവനാമത്തില് നമ്മള് അവരുടെ ഓത്ത് ചെയ്തെന്ന് അവർ എഴുതിയിരിക്കുന്നത്. ആ ഓത്തിനെതിരെ അവർ തിരിച്ചു പോയില്ല. നമുക്ക് 10-ാം അധ്യായം ബാക്കി വായിക്കാം. അങ്ങനെ അവരെ പറയിച്ചു. യോശുവ, അത് 8-ാം വാക്യം. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. യഹോവ യോശുവയോട്, അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവരിൽ ഒരുത്തരും നിന്റെ മുമ്പിൽ നിൽക്കയില്ല എന്ന് അരുളി ചെയ്തു. എന്നിട്ട് യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട രാത്രി അപ്പം ദൈവം യോശുവയോട് പറയുക, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ അവരെ പോയി ഹെൽപ്പ് ചെയ്യാനായിട്ട്. എത്ര വലിയ ദൈവം, എത്ര മനസ്സലിവുള്ള ദൈവമാ. തന്നെ അന്വേഷിച്ച ഗിബിയോനിയരെ പേടിച്ച് ഉടമ്പടി തെറ്റായിട്ടുള്ള കള്ളം പറഞ്ഞായി വന്നെങ്കിൽ പോലും അവർ ദൈവസന്നിധിയിലോട്ട് വന്നപ്പോൾ ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഗിബിയോനിയരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇസ്രായേലിനെ എഴുന്നേൽപ്പിച്ച് ഹീസ് ഗോയിങ് ഓൾ ഔട്ട് ഫോർ ഇറ്റ്. അപ്പം അതേസമയം നമ്മൾ ചിന്തിച്ചാൽ യോശുവ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി. പക്ഷെ യോശുവ മിസ്റ്റേക്ക് ഉണ്ടാക്കിയാലും ദൈവം യോശുവ ഉപേക്ഷിച്ചില്ല. അതാ അടുത്ത ഏറ്റവും വലിയ ദൈവത്തിന്റെ വലിയ ലെസന്. ദൈവം യോശുവയെ കൈവിട്ടില്ല എന്നുള്ളത്. ദൈവം മഹത്വം ഉണ്ടാകട്ടെ. എത്ര വലിയ ദൈവമാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് 7-ാം അധ്യായം തൊട്ട് താഴോട്ട് വായിക്കാം. 8-ാം വാക്യം. അവരെ ഭയപ്പെടരുത്, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് എന്തോ ചെയ്യുന്നു വായിക്കാം. 10-ാം വാക്യം. യഹോവ അവരെ ഇസ്രായേലിന്റെ മുമ്പിൽ കുഴക്കി, ഗിബിയോനിൽ വെച്ച് അവരെ കഠിനമായി തോൽപ്പിച്ചു. ബെത്ത്ഹോരോനിലേക്കുള്ള കയറ്റം വഴിയെ അവരെ ഓടിച്ചു. അസേക്ക വരെയും മെക്കേദ വരെയും അവരെ വെട്ടി. അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടി. ഇത് മുഴുവൻ ദൈവം ചെയ്ത കാര്യമാണ്. ദൈവം എങ്ങനെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് സാത്താന്റെ എല്ലാ കാര്യങ്ങളെയും മാറ്റി വെച്ചിട്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം നോക്കിയിരിക്കുക. പക്ഷേ നമ്മളെ തന്നെ ഗിബിയോൻ എങ്ങനെ യോശുവയുടെ അടുത്തോട്ട് വന്നു? ഗിബിയോൻ അത്ര അറിയത്തുള്ളായിരുന്നു. യോശുവയുടെ അടുത്ത് വന്നാൽ ദൈവത്തിന്റെ ഹെൽപ്പ് കിട്ടുമെന്ന് ഗിബിയോൻ അറിയായിരുന്നു. അങ്ങനെ വന്നു. ദൈവം യോശുവയിൽ കൂടി ദൈവം തന്നെത്താനെ സെപ്പറേറ്റ് ആയിട്ട് ഗിബിയോന് വേണ്ടി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് 10-ാം വാക്യം വായിക്കാം. 10-ന്റെ 11 വായിക്കാം. അവർ ഇസ്രായേലിന് മുമ്പിൽ നിന്ന് ഓടി ബെത്ത്ഹോരോൻ ഇറക്കത്തിൽ വെച്ച് അസേക്കം വരെ യഹോവ ആകാശത്തിൽ നിന്ന് അവിടെ കൽമഴ വരുക. ആ കൽമഴ ഈ എനിമീസിന്റെ മേലിൽ, ശത്രുക്കളുടെ മേലിൽ മാത്രമേ വീഴുന്നുള്ളൂ. അവരുടെ മേൽ പെയ്യിച്ചു അവരെ കൊന്നു. ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരെക്കാൾ കന്മഴയാൽ മരിച്ചു പോയവർ അധികമായിരുന്നു. ആദ്യം അവരെ കുഴക്കി നമ്മൾ വായിച്ചു, അവരെ കഠിനമായി തോൽപ്പിച്ചു, അവരെ ഓടിച്ചു, അവരുടെ മുമ്പിൽ നിന്ന് ഓടി. അത് കഴിഞ്ഞ് കർത്താവ് കൽമഴ പെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞാണ് ഏറ്റവും വലിയൊരു സംഭവം നടക്കുന്നത്. 12-ാം അധ്യായം. നേച്ചറിനെ ദൈവം നിർത്തി. ദൈവം പ്രകൃതിയെ നിർത്താൻ കഴിവുള്ള ദൈവം. 12-ാം വാക്യം. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു.
ഇസ്രായേൽ മക്കൾ കേൾക്കെ യോശുവയുടെ ധൈര്യം, ദൈവത്തിലുള്ള ധൈര്യം. യോശുവ തെറ്റിപ്പോയെങ്കിലും പിന്നെയും കണ്ടിന്യൂ ചെയ്ത് ദൈവവഴിയിൽ നിന്നപ്പോഴ് യോശുവ ആ ദൈവനാമത്തിൽ ചെയ്ത ഓത്ത് ദൈവം മാനിച്ചിട്ട് ദൈവത്തോട് സംസാരിക്കാനായിട്ടുള്ള ബോൾഡ്നെസ്. പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്താൽ ഒരു കോസ്റ്റ്ലി മിസ്റ്റേക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിന്റെ ഗിൽറ്റ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിന്റെ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ദൈവം ദൈവം നമ്മളെ ഫൊർഗീവ് ചെയ്യുന്ന, ക്ഷമിക്കുന്ന ദൈവമാണ്. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കർത്താവെ ഞാൻ തെറ്റിപ്പോയി, ഈ കാര്യത്തില് ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, ഞാൻ മറ്റുള്ളവർക്കെതിരെ ഗോസിപ്പ് ചെയ്തു, ഞാൻ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു, അതൊക്കെ ദൈവസന്നിധിയിൽ ദൈവത്തിന് ഒത്തിരി ദുഃഖം വരുത്തുന്ന കാര്യമാണ്. ഞാൻ അവർക്കെതിരെ പാര വെച്ചെന്ന് വേണമെങ്കിൽ വരെ പറയാം. ഞാൻ കൽപ്പന അനുസരിക്കാതെ മോശമായിട്ടുള്ള വാക്കുകൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ സംസാരിച്ചു. ഞാൻ എൻ്റെ മക്കളോട് രോഷമായി ഇടപെട്ടു. ഞാൻ എൻ്റെ ഭർത്താവിനെ അനുസരിച്ചില്ല. ഇങ്ങനെ ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാർക്കെതിരെ തെറ്റ് ചെയ്തു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. കർത്താവെ ഞാൻ തെറ്റിപ്പോയി. ഞാൻ ദൈവം അങ്ങേ സന്നിധിയിൽ തെറ്റ് ഏറ്റു പറയുവാ. ഞാൻ തിരിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരാനായിട്ട് ആഗ്രഹിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി നമ്മൾ ക്ഷമിച്ചിട്ടത് കർത്താവ് മറക്കുന്ന ദൈവമാണ്. പക്ഷെ നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കുറ്റത്തിലോട്ട് പോകാനാണെങ്കിൽ ദൈവത്തിന് ആറ്റിറ്റ്യൂഡ് അറിയാം. ദൈവത്തിന് ഹൃദയം പരിശോധിക്കുന്ന ദൈവമാ. ദൈവത്തിന് അറിയാം ഇത് നമ്മൾ സിൻസിയർ ആയിട്ടാണോ പറയുന്നതെന്ന്. ദൈവം നമ്മൾ വാസ്തവമായിട്ട് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം എന്തൊക്കെ സ്വന്തമായിട്ട് ദൈവം ഇറങ്ങി വരുക. സാത്താന്യ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ദൈവത്തിന്റെ രാജ്യം നമ്മുടെ ഇടയിൽ വരുവാൻ നമ്മൾ പിന്നെ ആ ഗിൽറ്റിനകത്ത് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. ആ ദൈവം യോശുവയ്ക്ക് ഒരു ചാപ്റ്റർ കഴിഞ്ഞതേ ഉള്ളൂ. ദൈവം യോശുവയ്ക്ക് ബോൾഡ്നെസ് കൊടുത്തു. യോശുവ എന്താ പറയുന്നത് നോക്കിയേ. യോശുവ യഹോവയോട് സംസാരിച്ച് ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളെ ശത്രുക്കളോടും പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. എത്ര വലിയ പ്രതിഭാസം ഇവിടെ നടന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എനിക്കറിയാം നമ്മുടെ ജീവിതത്തിലൊക്കെ കർത്താവ് പല പ്രാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ക്വിക്കൻ ചെയ്യട്ടെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത്. നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് അനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. എത്ര വലിയ ദൈവം, എത്ര ക്ഷമിക്കുന്ന ദൈവമാ. ലോർഡ് ലിസൺ ടു ദ വോയിസ് ഓഫ് വൺ മാൻ എന്നൊക്കെ പ്രിയപ്പെട്ടവരെ അവിടെ എഴുതിയിരിക്കുന്നത്. ലോർഡ് ഈസ് വില്ലിംഗ് ടു ലിസൺ ടു അവർ വോയിസ്. നമ്മൾ ഏറ്റവും പരിശുദ്ധരായതുകൊണ്ടല്ല. യോശുവ അവിടെ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യാതെ തെറ്റിപ്പോയി. എന്നാൽ യോശുവ തന്റെ നില മനസ്സിലാക്കിയിട്ട് ദൈവസന്നിധിയിൽ വന്ന് ദൈവസന്നിധിയിൽ തന്നെ പിന്നെയും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ തന്റെ തെറ്റ് മനസ്സിലായെങ്കിലും ദൈവിക കൽപ്പനകൾ പ്രകാരം ദൈവത്തിന്റെ വചനത്തിന്റെ പ്രിൻസിപ്പിൾസ് പ്രകാരം മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മോശമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ചെയ്ത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം മനസ്സിൽ നമ്മുടെ ഹൃദയങ്ങൾ ദുർമനസാക്ഷി വീട്ട് ഈ കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ പിന്നെയും കഴുകപ്പെടുമ്പോൾ, നമ്മൾ കർത്താവിനെ നമ്മുടെ കാൽ കഴുകാനായിട്ട് നമ്മൾ അനുവദിക്കുമ്പോൾ, ദൈവം മുമ്പാകെയും ദൈവ മക്കളുടെ മുമ്പാകെയും നമ്മളെ തന്നെ താഴ്ത്താൻ വില്ലിങ് ആവുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എന്തുവാ ചെയ്യുന്നത്? ഏറ്റവും വലിയ കാര്യമാണ്. സാത്താന്യ ശക്തികളെ അകറ്റി നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ നമുക്ക് ബോൾഡ്നെസ് തരും. ദൈവം മാത്രം ചെയ്യാനായിട്ട് യോശുവ വെയിറ്റ് ചെയ്തില്ല. ദൈവത്തിന്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് ദൈവം നമുക്ക് ശക്തി തരും. യോശുവ അവിടെ കണ്ടിന്യൂ ചെയ്തു. ദൈവം അത് ഓടിച്ചു കുഴക്കിയെങ്കിലും യോശുവ പറഞ്ഞു, എനിക്ക് ഇനിയും ചെയ്യാനുണ്ട്. സൂര്യനെ നീ അവിടെ നിൽക്ക, ചന്ദ്രനെ നീ യഹോവയോട് സംസാരിച്ചു ആണ് സൂര്യനോട് കൽപ്പിച്ചത്. സൂര്യനോട് പറഞ്ഞത് ദൈവം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കും, സൂര്യൻ നിന്നപ്പോൾ എന്തോ അവിടെ 14-ാം വാക്യത്തില് യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ചു. ഈ കാര്യങ്ങൾ സാത്താനെതിരെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, ദൈവം അവിടെ കേട്ടനുസരിക്കാനായിട്ട് ദൈവം കേൾക്കാനായിട്ട് ദൈവം തയ്യാറായി നിൽക്കുക. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ഏറ്റവും വലുതായിട്ട് പഠിച്ച പാഠം ഇതായിരുന്നു. ജോഷുവ മെയ്ഡ് എ കോസ്റ്റ്ലി മിസ്റ്റേക്ക്. ദൈവത്തിന് ഉറപ്പാട് പുസ്തകത്തിൽ ദൈവം പറഞ്ഞത്
യോശുവ അനുസരിക്കാതെ കെയർലെസ് ആയി യോശുവ. അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. അന്വേഷിക്കാതെ ഒരു ഉടമ്പടിയിലോട്ട് ഉടമ്പടിയിൽ ചെയ്യരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് ഉടമ്പടി ചെയ്തു. എന്നാലും ദൈവം എങ്ങനെ യോശുവയെയും ഇസ്രായേൽ മക്കളെ ഉപേക്ഷിക്കാതെ ആ ഗിബിയോനിയരുടെ വിശ്വാസം മാനിച്ചു. ഗിബിയോനിയര് വന്നത് ദൈവം അവരെ മാനിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ ബൈബിൾ നോക്കുമ്പോൾ ഞാൻ വായിക്കുമായിരുന്നു. ഗിബിയോനിൽ വെച്ച് ഒത്തിരി ഒത്തിരി കാര്യങ്ങള് ദൈവം പിന്നെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. ദൈവം ദൈവം ദൈവത്തിന്റെ സന്നിധിയിലോട്ട് വന്നാൽ എവിടെ ഏത് മോശമായ അവസ്ഥയിൽ കിടന്ന മനുഷ്യനായാലും ദൈവം അവരെ ഉയർത്തി മാനപാത്രങ്ങളാക്കി തീർക്കാനായിട്ട് ഗോഡ് ഈസ് ഓർക്കസ്ട്രേറ്റിംഗ് തിങ്സ്. ഗോഡ് ഈസ് ഡൂയിങ് മൾട്ടിപ്പിൾ തിങ്സ് ഫോർ ദ ഗ്ലോറി ഓഫ് ഹിസ് നെയിം. എന്താ മറ്റുള്ളവരെ ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തെ അറിയാത്തവരെ നശിച്ചു പോകണമെന്നല്ല, അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം നോക്കിയിരിക്കുക. ദൈവം അതിന് ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്സ് കൂടെ ദൈവം ഉപയോഗിക്കും. ദൈവം നമ്മൾ കൂടി പ്രവർത്തിക്കും. ദൈവം നമ്മുടെ എല്ലാ സ്റ്റെപ്സിലും ദൈവം മക്കളുടെ കൂടെ ഉണ്ടെന്ന് നമ്മളൊരു ചെറിയ കുഞ്ഞ് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പണിഷ് ചെയ്താൽ പോലും ദൈവം അവരെ പിന്നെയും ചേർത്ത് കൊള്ളുമെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ തെറ്റി പോകുമ്പോൾ ദൈവം നമ്മളെ ചേർത്ത് കൊള്ളാനായിട്ട് നോക്കിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിനെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന പിതാവേ, mistakes, we can still come back to you, Lord. Father God, we can bow down before you, we can kneel before you and say, Abba, Father, we have made a mistake. I have made a mistake. Please forgive me and restore me and give me the confidence and the boldness to look up to you and to take hold of the faith that you have given me and to work wonders in your name for your glory and for your name's sake. Father God, you have called us to do great and mighty wonders in your name, Father God, to bring many to the Lord, Father God, to do your purposes on in this world, Father, for which you have created us and for which you have called us, Lord. Help us to go out boldly, Father, knowing that it is not because of who we are that we do things for you, Father. It is because of who you are and because of who lives inside of us, which is God Almighty, the Spirit of God Almighty. We thank you for this time of fellowship and this time of Bible study. We pray for Binanti, Lord. We ask for your special grace upon her today and every day forward, Father, and her family, Lord. We give you all the glory and honor. In Jesus' mighty name we pray. Amen. 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 Praise the Lord.